ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ നയം മാറ്റം ആവശ്യമില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട്. കേന്ദ്ര നിബന്ധനകളിൽ പാഠ്യപദ്ധതി നിർബന്ധമില്ല. നിബന്ധനകൾ പാലിക്കേണ്ടി വരിക ശ്രീ ബോർഡിൽ മാത്രമെന്നും SSK ഫണ്ട് ലഭ്യമാകാൻ പദ്ധതി അനിവാര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് തീരുമാനമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചു. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മീഡിയ വണിന്. ഇടത് സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമുണ്ടാക്കിയതാണ് ശ്രീ പദ്ധതി. മുന്നണിയിൽ നിന്നും പുറത്തുനിന്നും ഉയർന്ന എതിർപ്പിനെ തുടർന്നാണ് പിണറായി സർക്കാർ പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് UDF സർക്കാർ വിശദമായ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടത്. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തേണ്ടി വരില്ലെന്നാണ് ഡയറക്ടറുടെ റിപ്പോർട്ട്. കേന്ദ്ര നിബന്ധനകൾ മറികടക്കാനാകും. NCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ലാത്തതിനാൽ SCERT സിലബസുമായി മുന്നോട്ടു പോകാനാകും. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ശ്രീ ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടി വരും. കേന്ദ്ര നിബന്ധനകളിലെ SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യമാണ്. മുന്നോട്ടു പോയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഫണ്ടുകൾ ലഭ്യമാകില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി മുന്നോട്ടു പോകാൻ വിശദമായ പരിശോധന ആവശ്യമാണെന്നും ധൃതി പിടിച്ച് തീരുമാനമെടുക്കാനില്ലെന്നുമാണ് മന്ത്രി N. ഷംസുദ്ദീന്റെ നിലപാട്. വിദഗ്ധരുമായി ചർച്ച ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയും. ഞങ്ങൾ അതിലിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഒപ്പിട്ടൊരു കരാറുണ്ട്. അതിൽ പൊളിറ്റിക്കൽ വശമുണ്ട്, മറ്റ് ഘടകങ്ങളുണ്ട്, ഇതൊക്കെ പരിശോധിക്കണ്ടേ. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന പഴുത് സർക്കാരിന് മുന്നിലുണ്ട്. പദ്ധതി സംഘപരിവാർ അജണ്ട എന്ന നിലപാടാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF സ്വീകരിച്ചത്. അതിനാൽ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത ശേഷമാകും മന്ത്രിസഭ നയപരമായ തീരുമാനമെടുക്കുക. പ്രതിവർഷം 1400 മുതൽ 1500 കോടി രൂപയാണ് കേന്ദ്ര ഫണ്ടായി SSKക്ക് ലഭിക്കേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.